പടി കയറി കളിക്കണ്ട, വീഴും. താഴത്തിറങ്ങ. പടി കയറി കളിക്കണ്ടല്ലേ പറഞ്ഞത്? താഴത്തിറങ്ങ. താഴത്തിറങ്ങാനാ, പടി കയറി കളിക്കണ്ടാന്ന്. നിങ്ങൾ എന്താ കാണിക്കണേ എന്റെ മകളെ? കുട്ടികളെ എങ്ങനെയാണ് ചീത്ത പറയണത്? ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് എന്താ അറിയാ? ഞാൻ വീഴും പറഞ്ഞിട്ടാണ്. നന്നായി. ദിവസവും ഇങ്ങനെ നോക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയാൽ നിങ്ങൾ എങ്ങനെയാണ് അപ്പൊ അവളെ നോക്കണത് അല്ലേ? നല്ല കാര്യമായി. ഞാൻ എന്ത് വിശ്വസിച്ചിട്ടാ നിങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോവാ? എന്ത് പറഞ്ഞാലും കരയാൻ മാത്രമേ അറിയുള്ളൂ. അവസാനത്തെ മാർഗം അതല്ലേ? എന്തോ ചെയ്യും നിങ്ങൾ. എന്റെ കുട്ടിനെ അവിടെ നിക്ക്. എന്താണാവോ? നീ എന്തിനാ അമ്മമ്മനെ ചീത്ത പറഞ്ഞ്? അമ്മമ്മ സ്വത്തിന് ചീത്ത പറയണത് നീ കാണില്ലേ? അപ്പൊ അമ്മമ്മ എന്തിനാ ചീത്ത പറഞ്ഞത്? അവള് വീഴെന്ന് പറഞ്ഞിട്ടല്ലേ ചീത്ത പറഞ്ഞത്? വീഴും പറഞ്ഞിട്ടാണെങ്കിൽ ഒരു സൗമ്യത്തിൽ പറയാ, അല്ലാണ്ട് കുട്ടീനെ ഇങ്ങനെ ചീത്ത പറയല്ലേ ചെയ്യാ. ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് എന്താ അറിയാനാണ്? നീ ആദ്യം നിന്റെ ഈ ദേഷ്യം മാറ്റി വെച്ചിട്ട് ഞാൻ പറയണത് ആദ്യം കേക്ക്. നീ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാണ് വരണത്. അത്രയും നേരം സ്വത്തിനെ നോക്കണത് അമ്മമ്മയാണ്. എനിക്ക് പോലും നോക്കാൻ പറ്റില്ല. എനിക്ക് ക്ലാസ് ഉണ്ട്, പഠിക്കണം, ഞാൻ പോവും. അമ്മമ്മയാണ് നോക്കണത്. അവളെ കുളിപ്പിച്ച് കഴിപ്പിച്ച് അവളുടെ എല്ലാ കാര്യവും നോക്കണത് അമ്മമ്മയാണ് അല്ലേ? നിനക്ക് അറിയണ കാര്യം തന്നെയല്ലേ? സ്വത്തുവിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അമ്മമ്മ ഇവിടെ വന്നിരിക്കുന്നത്. സ്വത്ത് ഇപ്പൊ വീണു, ആരെയും നീ ചീത്ത പറയാ? എടീ, ഞാൻ അമ്മമ്മന്റെ അടുത്ത് നോക്കാൻ പറഞ്ഞിട്ടല്ലേ പോണത്. അപ്പൊ അവള് വീണ് കഴിഞ്ഞാൽ അമ്മമ്മനല്ലേ ചീത്ത പറയുള്ളൂ? അതെ അതേലോ, അമ്മമ്മനെയാണല്ലോ ചീത്ത പറയാ. അപ്പൊ അവള് കേറുമ്പോ ആരെ ചീത്ത പറയേണ്ടത്? അമ്മമ്മയാണ്. ഇത്രയും പൊന്നുപോലെ അമ്മയ്ക്ക് നോക്കാമെങ്കിൽ അവള് തെറ്റ് ചെയ്യുമ്പോ അവള് ചീത്ത പറയാനാ പറ്റാത്തത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. കുട്ടീനെ ചീത്ത പറയാനുണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അതെ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല കേട്ടാ. നീ ആലോചിച്ചു കഴിഞ്ഞാ നല്ലതാ. എനിക്ക് വിഷമായിട്ടുണ്ടാവോ? ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഓ